ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് വളരെ സിമ്പിളും ക്രിസ്പി ആയിട്ടുള്ള ഒരു സമോസ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു അത്യാവശ്യം സൈസിലുള്ള 2 പീസ് ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലുള്ള ചിക്കൻ വേണമെങ്കിലും എടുക്കാം. ഇത് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാൻ ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും മുങ്ങിക്കെടുക്കാൻ പാകത്തിന് വെള്ളവും ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതിനെ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ചിക്കൻ കുക്കായി വരുന്ന ടൈമും കൊണ്ട് നമുക്ക് ഇതിലോട്ടുള്ള ഫില്ലിങ് തയ്യാറാക്കി എടുക്കാം. അതിനുവേണ്ടി ഒരു പാൻ വെച്ച് അതിലോട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലോട്ട് ഒരു 1/2 ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതിയാകും. അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 3 പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു പിടി കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം എല്ലാം മാറുന്നത് വരെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇതിൻ്റെ പച്ചമണം എല്ലാം പോയി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് 2 സവാള, ചെറിയ സവാള ആയതുകൊണ്ടാണ് ഞാൻ 2 എടുത്തത്. മീഡിയം സൈസിലുള്ളതാണെന്നുണ്ടെങ്കിൽ 1 മതിയാകും. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടുള്ള ഡ്രൈ പൗഡേഴ്സ്, മസാല പൗഡേഴ്സ് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കണം. മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഫ്ലെയിം എപ്പോഴും ലോ ഫ്ലെയിമിലായിരിക്കുക. ആദ്യം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്നിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഞാനിതിലോട്ട് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ ഒരു 3/4 ടീസ്പൂണിൻ്റെ അടുത്ത് ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഞാൻ ഇതിലോട്ട് ഇനി വേറെ ഒരു മസാല പൗഡേഴ്സും ചേർത്ത് കൊടുക്കുന്നില്ല. ഈ ഒരു പൗഡേഴ്സ് മാത്രമേ മിക്സ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇതിനെ ഒന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള ചിക്കനെ നമുക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഉള്ളിയിലോട്ട് ഇട്ട് കൊടുക്കാം. ഉള്ളിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിലോട്ട് കുറച്ച് കൊറിയാണ്ടർ ലീവ്സും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമൂസ ഞാനിവിടെ സമൂസ ഷീറ്റ് വെച്ചൊന്നുമല്ല തയ്യാറാക്കിയെടുക്കുന്നത്, ബ്രെഡ് വെച്ചിട്ടാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ സൈഡെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എത്ര ബ്രെഡാണോ വേണ്ടതെന്ന് വെച്ചാൽ കട്ട് ചെയ്തെടുക്കുക. ഇനി ഞാനിതിൻ്റെ സൈഡെല്ലാം ഒന്ന് ഒട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള മൈദയുടെ പശ തയ്യാറാക്കിയെടുക്കുന്നുണ്ട്. ഒരു 1/4 കപ്പ് മൈദ എടുത്ത് അതിലോട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കട്ടയൊന്നുമില്ല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊരു പ്രസ്സുമ്മ വെച്ചിട്ട് ഞാൻ ഒന്നിങ്ങോട്ട് പ്രസ് ചെയ്തെടുക്കുന്നുണ്ട്. പ്രസ് ചെയ്തെടുത്തതിന് ശേഷം ഞാനിതിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. പതുക്കെ ഒന്ന് സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒരു ബ്രെഡ് നിന്ന് 2 സമൂസ വെച്ച് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. 3 സൈഡിലും മൈദയുടെ പശയൊന്ന് ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിനെ കോൺ ഷേപ്പിലൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ഇതുപോലെ 2 സൈഡും നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു കോൺ ഷേപ്പാക്കി ഫോൾഡ് ചെയ്തെടുക്കണം. ഇനി ഇതിൻ്റെ ഉള്ളിലോട്ട് നമ്മുടെ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ചിക്കൻ്റെ ഫില്ലിങ് ഇതിൻ്റെ ഉള്ളിലോട്ട് പതുക്കെ വെച്ചെടുക്കണം. ഫില്ലിങ് വെച്ച് കൊടുത്ത് സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ബാക്കിയുള്ള സൈഡിലും കൂടെ മൈദയുടെ പശ ഒന്ന് പുരട്ടി കൊടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്തൊന്ന് അടച്ചു കൊടുക്കണം. ഒന്ന് ഫോൾഡ് ചെയ്താൽ മതി. 3 സൈഡും കൂടെ പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്ത് നമ്മുടെ സമൂസയുടെ ആ ഒരു കോൺ ഷേപ്പ് ആക്കി എടുക്കണം. അപ്പോൾ ഞാനിവിടെ എല്ലാ ബ്രെഡ് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കോൺ ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ചട്ടിയിൽ ഇച്ചിരി ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ഓരോന്ന് വീതം അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഒരു സൈഡൊന്ന് നിറം മാറി വരുമ്പോൾ നമുക്കിതിനൊന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നത് വരെ ഇതിനൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ബ്രെഡ് വെച്ച് തയ്യാറാക്കിയത് കൊണ്ട് നല്ല ക്രിസ്പിയാണ് ഈ ഒരു സമൂസ. അതുപോലെ സാധാരണ രീതിയിൽ നമുക്ക് സമൂസ തയ്യാറാക്കിയെടുക്കുന്നത് പോലെ സമൂസയുടെ ഷീറ്റോ അല്ലെങ്കിൽ മാവ് കുഴച്ചെടുക്കുകയോ പരത്തിയെടുക്കുന്നതൊന്നും ആവശ്യമില്ല. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക.
അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു.